എൻ്റെ പേര് സിത്താർ എന്നാണ്. തൃശ്ശൂർ അതിരൂപതയിലെ തിരൂർ സെൻറ് തോമസ് ഇടവകയിലെ അംഗമാണ്. ഭാര്യയും 4 മക്കളും, പിന്നെ അപ്പനമ്മ, 2 അനിയത്തിമാരുണ്ട്. ഒരാളെ വിവാഹം കഴിച്ചേക്കണത് പറപ്പൂർക്കും, മറ്റൊരാളെ വിവാഹം കഴിച്ചേക്കണത് എറവ് കപ്പൽപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഇടവകയിലേക്കാണ്. എൻ്റെ പേര് റെൻസി എന്നാണ്. ഞാനും തൃശ്ശൂർ രൂപതയിലെ തിരൂർ ഇടവകയിലെ അംഗമാണ്. എൻ്റെ വീട്ടിലെ അപ്പച്ചൻ, അമ്മ, സഹോദരനാണ് ഉള്ളത്. ഞങ്ങൾക്ക് 4 മക്കൾ, 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണുള്ളത്. മൂത്ത മകൻ എയ്നോൺ സിത്താർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ആരോൺ സിത്താർ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂന്നാമത്തെ മകൾ അന്ന സിത്താർ, അവൾ LKGയിൽ പഠിക്കുന്നു. അതുപോലെ 4ാമത്തെ ഉണ്ണിക്ക് അഡ്രിയാൻ സിത്താർ എന്നാണ് പേര്. അവൻ 4 മാസമാണ് ആയിട്ടുള്ളത്. ഞാനൊരു തിരൂർ സ്കൂളിൽ തന്നെ +2 വിഭാഗത്തിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ്. മൂത്ത ആളുടെ പേര് എയ്നോൺ സിത്താർ എന്നാണ്. അവൻ ജനിച്ച സമയത്ത് അവനെ ഈ ഇലക്ട്രിക് സാധനങ്ങൾ, ഇപ്പോൾ അതായത് ഇപ്പോൾ വയറ് അങ്ങനെ കളിക്കാനായിട്ട് അവൻ ചെറുപ്പത്തിൽ തന്നെ വയറായി, ഇപ്പോൾ ഈ എക്സ്റ്റൻഷൻ ബോർഡ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവൻ ഓരോ സർക്യൂട്ടുകൾ ഉണ്ടാക്കുക. അങ്ങനെയായിരുന്നു അവൻ്റെ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ കളിപ്പാട്ടം വാങ്ങാനൊക്കെ പകരം ഞങ്ങൾ ചിലപ്പം അവൻ ഞങ്ങൾക്ക് വാശി പിടിക്കുക വയറ് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ 1 മീറ്റർ വയറ് അങ്ങനെയൊക്കെയാണ് ചില സമയത്ത്. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ അവൻ കുറച്ചുകൂടി വലുതായപ്പം അവനിപ്പം ഫുട്ബോളാണ് ഭയങ്കര ക്രേസ്. രണ്ടാമത്തെ ആൾ ആരോൺ സിത്താർ ശരിക്കും ഒരു ഫുട്ബോൾ പ്ലെയർ തന്നെയാണ്. അവൻ 3ാം ക്ലാസ്സിലാണെങ്കിൽ കൂടി 6ാം ക്ലാസ്സുകാരുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകുമ്പം അവിടെ വലിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇവനെയും കളിക്കാൻ കൂട്ടും. അപ്പോൾ ഇവൻ കളിക്കണ കാണുമ്പം അവരെന്നോട് പറയപ്പോഴപ്പോഴും എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ അവരെന്നോട് പറയേണ്ട, ടീച്ചറെ ആരോൺ നന്നായി പ്ലേ ചെയ്യുന്നുണ്ട്, നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ സിത്താറേട്ടനാണ് അതിൻ്റെ പിന്നിലെ ഉള്ളത്. ഫുൾ ടൈം അവരെ ട്രെയിൻ ചെയ്യിക്കാനായാലും ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പം അവരെ കൊണ്ട് 2 പേരെയും കൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോവും. എപ്പോഴും ഫുട്ബോൾ കളിക്കും, സിത്താറേട്ടനും കളിക്കും. അപ്പോൾ നന്നായി ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആളെ നന്നായി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ അങ്ങനെ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹം സിത്താറേട്ടനുണ്ട്. മൂന്നാമത്തെ ആളിങ്ങനെ അവളിങ്ങനെ ഒതുങ്ങിക്കൂടി നല്ലൊരു കുട്ടിയാണ്. അവൾ ഒതുങ്ങിക്കൂടി എല്ലാ കാര്യങ്ങളും തന്നെയായാലും കളിക്കും. അപ്പോൾ പിന്നെ അവൾക്ക് ഇങ്ങനെ പരിശോധിക്കുക എപ്പോഴും. ഇപ്പോഴത്തെ വാസനയാണ്, നമുക്കറിയില്ല. ഇപ്പോൾ ഒരു പെരുന്നാളിന് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് സ്റ്റെതസ്കോപ്പാണ്. അപ്പോൾ അത് വെച്ച് അപ്പേനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഉണ്ണീനെ വന്നിട്ട് പരിശോധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പടം വരയ്ക്കാനായിട്ട് താല്പര്യമുള്ള ഉണ്ണിയാണ്. നന്നായി പടമൊക്കെ വരയ്ക്കുക അവൾ. 4ാമത്തെ ഉണ്ണി ഇപ്പം അവൻ 4ാമത്തെ ആൾ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ആളാണ്. 4 മാസമായിട്ടുള്ളെങ്കിലും ഇപ്പോൾ ഒന്ന് കമന്ന് കിടന്ന് തുടങ്ങി. അങ്ങനെ കമന്ന് കിടന്ന് കുറച്ച് നീന്താനായിട്ട് ശ്രമിക്കുന്നു. 4ാമത്തെ ആൾ ഇപ്പോൾ മടിയിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ കുറച്ച് എഴുന്നേറ്റ് നിൽക്കാനായിട്ട്. അപ്പോൾ 4 മാസത്തിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ല, കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യണ പോലെയാണ് തോന്നാറുള്ളത് പലപ്പോഴും. ഉണ്ണികളെ കുറിച്ച് പറയുമ്പോഴേ, ഞാൻ ഒരു ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് വന്നത്. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം തൊട്ട് PC തോമസ് സാറുടെ പോകുന്ന സമയം തൊട്ട് തന്നെ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഒരു യൗവനകാലം ആരംഭിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജീസസ് യൂത്തിൽ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ജീസസ് യൂത്ത് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, അവിടെ മക്കളെ കൂടുതൽ സ്വീകരിക്കുന്നതും അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. തുടർന്ന് മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ പോയപ്പോഴെല്ലാം നമ്മൾ കാണുന്ന കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാണ്, ജീവനോട് തുറവിയുള്ളവരാണ് പൊതുവെ എല്ലാ ജീസസ് യൂത്തും. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഈ ഒരു അനുഭവം ലഭിച്ചു. 2011 ഞങ്ങൾ വിവാഹം 2011 നവംബർ 27 ഞങ്ങൾ വിവാഹം കഴിയുന്നത്. അപ്പം അന്ന് വിവാഹത്തിൻ്റെ കെട്ടുകുർബാന ചെയ്ത അച്ഛനായിരുന്നു. അച്ഛൻ അന്ന് കുർബാനയുടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ അച്ഛൻ ലോഫ് എന്നൊരു സംവിധാനത്തിലേക്ക് അച്ഛൻ ക്ഷണിച്ചു. 2012 ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ മിക്ക കുടുംബങ്ങൾക്കും അന്ന് 4ഉം 5ഉം മക്കളുണ്ടായിരുന്നു. ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 2013 ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിക്കണേ. അപ്പോൾ അന്ന സമയത്ത് അവർക്ക് 5 മക്കളുണ്ട്, പലർക്കും 6 മക്കളായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ പലർക്കും 8 മക്കൾ, 7 മക്കൾ, 9 മക്കളുള്ള കുടുംബങ്ങൾ വരെയുണ്ട്. അപ്പോൾ അവരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല. ഞങ്ങളുടെ ഈ ഒരു സംവിധാനം ബന്ധപ്പെട്ട് കുട്ടികളെ, അതായത് പ്രസവം നിർത്താനുള്ള ഒരു കാര്യം നമുക്കില്ല, പ്രസവം നിർത്താൻ പാടില്ല ഈ മൂമെൻറ്റിൽ. അതുകൊണ്ട് പിന്നെ നമ്മൾ ദൈവം തരുന്നത് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ പലപ്പോഴും ചർച്ചാ വിഷയമാകുന്നത് കുട്ടികളുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ച് ചർച്ചാ വിഷയമാകുമ്പം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ദാനമായിട്ട് അവർ സ്വീകരിക്കാൻ കാരണമായതുകൊണ്ടാണ് എനിക്ക് ഈ ഭൂമി കാണാൻ സാധിച്ചത്.
അപ്പം എനിക്ക് അത് ജനിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ എൻ്റെ ഉദരത്തിലൂടെ ഒരു കുഞ്ഞിനും പിറക്കാനുള്ള അവകാശമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനായിട്ട് ഒരിക്കലും എനിക്ക് സാധിക്കില്ല. ദൈവം മക്കളെ തന്നാൽ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ നാലാമതൊരു ഉണ്ണി ഉണ്ടായപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു അതിനു വേണ്ടി. അപ്പോൾ ഉണ്ണി ഉണ്ടായപ്പോൾ തന്നെ അത് സന്തോഷപൂർവ്വം ഉൾക്കൊള്ളാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. കുഞ്ഞുങ്ങളെ നമ്മൾ 4 മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തികം ഒരു പ്രതിബന്ധം തന്നെയാണ്. കാരണം മക്കൾ പഠിക്കുന്നത് നല്ല സ്കൂളുകളിലാവുമ്പോൾ സ്കൂൾ ഫീസാണെങ്കിലും വാടക ഫീസാണെങ്കിലും അതുപോലെ കുട്ടികളുടെ വണ്ടികളുടെ റെൻ്റ് ആണെങ്കിലും നമുക്ക് വലിയൊരു എമൗണ്ട് ആക്ച്വലി വരുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി സാമ്പത്തികമായിട്ടുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. യാതൊരു സംശയമില്ല, ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രമേ ഇതിന് വഴിയുള്ളൂ. ഒരു കുട്ടിയാണെങ്കിലും 10 കുട്ടിയാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം നമ്മൾ എത്ര തന്നെ കുട്ടികളെ നോക്കിയെന്ന് പറഞ്ഞാലും ദൈവമാണ് കുട്ടികളെ തരുന്നത്. ഇതുവരെയും ഞങ്ങൾക്ക് 4 മക്കളുടെ കാര്യത്തിലായിരുന്നു. ഇപ്പോൾ 2 മക്കളുണ്ടായതിന് ശേഷം 3ാമത്തെ ഉണ്ണി അന്ന ജനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ സമയമായിരുന്നു. അപ്പോൾ സിത്താരേട്ടനെ സംബന്ധിച്ച് ജോലിയിൽ ഭയങ്കര സ്ട്രഗിളാണ്. എൻ്റെ ജോലിയാണെങ്കിൽ സ്ഥിരപ്പെട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആകുലതയായിരുന്നു. 3ാമത്തെ ഉണ്ണിയുണ്ട്, കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഇത്രയും നാളായിട്ടും ദൈവത്തിൻ്റെ ഒരു പരിപാലന എല്ലാ സമയവും, ഇപ്പോൾ അവരെ വളർത്തുന്ന കാര്യത്തിലായാലും അസുഖം വന്ന് ഹോസ്പിറ്റലുകൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. ഇതുവരെയും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ട് ഇടവരുത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു താങ്ങും തണലും തമ്പുരാൻ്റെ എപ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, ആവേ മരിയ കന്യാമാതാമേ. നമ്മളവർ കുറച്ച് കാലത്തേക്ക് നമ്മളവരെ ശരിക്കും പറഞ്ഞ് കസ്റ്റോഡിയൻസ് മാത്രമാണ്, കുട്ടികളുടെ രക്ഷാകർത്താക്കൾ മാത്രം നമ്മൾ. കാരണം അവരെ ഈ ലോകത്ത് അവർ വരുമ്പോൾ അവരെ നമ്മൾ പരിപാലിക്കുന്നു, അവരെ നമ്മൾ കാര്യസ്ഥൻ്റെ ഒരു റോള് മാത്രമേ ആക്ച്വലി പേരൻസിനുള്ളൂ. ബാക്കിയെല്ലാം ദൈവം നിശ്ചയിക്കുന്നത് പോലെയാണ്. ഒരു കുട്ടി എങ്ങനെ ജനിക്കണമെന്നും ഒരു കുട്ടി എങ്ങനെ മരിക്കണമെന്നും ദൈവമാണ് തീരുമാനിക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏത് കാലഘട്ടങ്ങളിലും എങ്ങനെ പോകണമെന്നുള്ള തിരക്കഥ പോലും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഇതെല്ലാം ദൈവം എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിൽ സാമ്പത്തിക പ്രശ്നമല്ല, ദൈവമാണ് നമുക്ക് തരുന്നത്, അയാൾ ദൈവം നമുക്ക് തരും. പക്ഷെ സാമ്പത്തികം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ലൗകികമായി ചിന്തിക്കുമ്പോഴാണെങ്കിലും ആത്മീയമായി ചിന്തിക്കുമ്പോഴാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യം നമുക്ക് വേണം, പക്ഷെ അതിനുള്ള ദൈവം നമുക്ക് തരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം ചില സമയങ്ങളിലൊക്കെ എങ്ങനെ ഫീസ് അടയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ച് പോയ സമയങ്ങളൊക്കെ ഉണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ടൈറ്റ് വരും. കാരണം ഫീസിൻ്റെ നമ്മൾ 3 ഗഡുകൾ അടയ്ക്കണേ. അപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടില്ല എന്നൊന്നും പറയണില്ല. പക്ഷേ എങ്കിലും നമുക്ക് ദൈവം ആ സമയത്ത് ദൈവം നമുക്ക് തരും. ഇപ്പോൾ ഏലിയായിക്ക് കർത്താവ് കാക്കയിലൂടെ അപ്പം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യം ദൈവം തന്നതുകൊണ്ടും ദൈവത്തിൻ്റെ ആയതുകൊണ്ടും ദൈവം തരിക തന്നെ ചെയ്യും. കാരണം നമ്മളത് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും ദൈവമാണ് തന്നതുള്ളതുകൊണ്ട് ദൈവത്തിന് തരാണ്ടിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന് മോശമാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആൾ ജെന്റിൽമാനായ കാരണം നമ്മുടെ കാര്യങ്ങളിൽ ആൾ ജെന്റിലായിട്ട് പ്രവർത്തിക്കും. അത് തന്നെയാണ് ഇത്രയും കാലം നമ്മുടെ ജീവിതം സംഭവിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് കുട്ടികൾ തന്നെ നമ്മൾ തന്നെ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ മനസ്സ് തന്നെ അങ്ങനെ വരുന്നുണ്ട്. ഒരാളായപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരാൾക്കുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സ് മുഴുവൻ സത്യം പറയാൻ കുറച്ച് സ്വാർത്ഥത നമുക്കുണ്ട്. കാരണം മോൻ്റെ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. രണ്ടാമത്തെ ആൾ നമ്മൾ തന്നെ മാനസികമായിട്ട് ലിബറലായി. കാരണം നമുക്കറിയാം നമ്മളത്ര വാശി പിടിച്ചിട്ട് കാര്യമില്ല, കാരണം 2 പേരുടെ കാര്യമാണ്. മൂന്നാമത്തെ ആൾ വന്ന് 3 ആൾക്കും വേണം. ഒരു മിഠായി വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 5 സ്റ്റാർ വാങ്ങണത് ഇപ്പം നമ്മൾ കോപ്പിക്ക് പോയി.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 5 സ്റ്റാർ വാങ്ങിച്ച് 5 പേർക്ക് 5 സ്റ്റാർ വാങ്ങിക്കാൻ പറ്റില്ല, 4 പേർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കോപ്പി ക്വാലിറ്റി നമ്മൾ തന്നെ മാറുകയാണ്. കാരണം അവർ പറഞ്ഞിട്ടല്ല, നമ്മൾ തന്നെ കടയിൽ നിന്ന് വരുമ്പോൾ നമ്മളിൽ തന്നെ ഒരു മാറ്റം വരികയാണ്. നമ്മളിലാണ് ആദ്യം മാറ്റം വരണേ. 8 മക്കൾ 7 മക്കളൊക്കെ ഉള്ള ഫാമിലിക്ക് എല്ലാ വർഷവും പുതിയ ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ എല്ലാ വർഷവും പുതിയ ബാഗ് വാങ്ങുക അത്ര എളുപ്പമല്ല. പരമാവധി കുട്ടികൾ അവരുടെ ബാഗുകൾ സൂക്ഷിക്കും, അവർ തന്നെ പഠിക്കും, ചേട്ടന്മാരെ അനിയന്മാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ അനിയത്തിമാരെ പഠിപ്പിക്കും. അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് അവർ കടന്നു പോണേ. പല വീടുകളിലും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർ ബൈബിള് വായിച്ചിട്ടാണ് പഠിക്കാൻ തുടങ്ങുന്നത് തന്നെ. പഠിക്കാൻ അവരുടെ ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ബൈബിള് വായിച്ചിട്ടോ അല്ലെങ്കിൽ വചനം പറഞ്ഞിട്ടുമാണ്. അപ്പോൾ എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പഠിക്കുന്ന സമയം നല്ല വ്യക്തമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് കുട്ടികൾ അറിയാതെ തന്നെ പഠിക്കുകയാണ്. കുട്ടികൾ അറിയാതെ തന്നെ ഒരു വചനം വായിക്കാൻ പഠിക്കുന്നു, വചനം എഴുതാൻ പഠിക്കുന്നു. ഒരു വോളണ്ടിയറായിട്ട് പള്ളിയിലത്തെ അൾത്താര കുട്ടികളായിട്ട് പോകുന്നു. ആരും നിർബന്ധിക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങനെ പോവുകയാണ്. പിന്നെ അവർക്ക് പുതിയ സ്ഥലങ്ങളിൽ പോകാനും പുതിയ ആൾക്കാരെ കാണാനും പുതിയ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെടാനും ബുദ്ധിമുട്ടില്ല. കാരണം 4 മക്കൾ 5 മക്കൾ വീട്ടിൽ നിന്നാണ് പോണേ. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും അവർക്ക് കുറച്ച് പരിമിതമാണ്. നമ്മുടെ വീട്ടിലൊരു 3 റൂമാണ് ശരിക്കും ബെഡ്റൂമായിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടെ വീട്ടിൽ 7-8 പേരുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ലാവിഷായിട്ട് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അവരത് ഇപ്പോൾ അതിൽ പഠിച്ചുകൊണ്ടിരിക്കും, നമ്മൾ പഠിപ്പിച്ചിട്ടല്ല. കാരണം അവർ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം. മനുഷ്യൻ്റെ ഒരു പൊതുവായിട്ട് തത്വമാണല്ലോ ഒരു കാര്യത്തിന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് ഇവർ തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു പൊതു സ്ഥലങ്ങളിൽ പോയാലും മറ്റു സ്ഥലങ്ങളിൽ ചെന്നാലും അവർക്കത് പഠിക്കാൻ പറ്റും. കാരണം അവർക്ക് എളുപ്പത്തിൽ അത് സ്വായത്തമാക്കാൻ പറ്റും. ഇവിടെ തന്നെ ഇപ്പോൾ എൻ്റെ മൂത്ത കുട്ടിയുടെ ഡ്രസ്സാണ് അടുത്ത കുട്ടി ഇടണേ. ഇപ്പോൾ മോളായതുകൊണ്ട് അവൾക്ക് ഇടാൻ പറ്റാത്തത്, പക്ഷെ എന്നാലും അവളും കുറേയൊക്കെ അവരുടെ ഡ്രസ്സിന് ഇടണം. അപ്പോൾ അതങ്ങനെ അവർ പരിശീലിച്ച്, നമ്മൾ പറഞ്ഞിട്ടില്ല, പരിശീലിച്ച് പോകുന്നുണ്ട്. മറ്റേത് വെച്ചാൽ മൂത്ത മകന് മാത്രം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കലായിരുന്നു പരിപാടി. ഇപ്പം അങ്ങനെ ഇല്ല. രണ്ടാമത്തെ ആൾക്ക് വരുമ്പോൾ അവൻ മൂത്ത ആൾ ഡ്രസ്സ് ഇടുന്നു, 3ാമത്തെ ആൾ മോളാണ്, പക്ഷെ അവളാണെങ്കിലും ചേട്ടന്മാർ ഡ്രസ്സ് ഇടുന്നു. ഇനിയിപ്പോൾ ഉണ്ണി വന്നാലും അവനും ഈ ഡ്രസ്സ്. അപ്പോൾ അത് അങ്ങനെ അത് ഇപ്പം തന്നെ അവർ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവർ പരിശീലിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമ്മളറിയാതെ തന്നെ അവർക്കൊരു അവസരം ഇതിൽ ലഭിക്കുന്നുണ്ട്. മക്കളെ സംബന്ധിച്ച് അവരെ നമ്മൾ പല കാര്യങ്ങളും ഞാൻ സ്വയം ചെയ്യാനായിട്ട് അവരോട് പറയാറുണ്ട്. ഇപ്പം രാവിലെ സ്കൂളിൽ പോകുന്ന നേരമാണെങ്കിൽ വാട്ടർ ബോട്ടിൽസ് നിറച്ച് വയ്ക്കാനായിട്ട് മൂത്ത ആളുടെ അടുത്ത് ഞാൻ പറയും. എല്ലാവരുടെയും 3 പേരുടെയും ഇപ്പം ഞാനും ജോലിക്ക് പോകുന്നത്, ഇപ്പം ഞാൻ ലീവിലായ കാരണം ഇല്ല, അല്ലെങ്കിൽ അവർ 4 പേരുടെയും വെള്ളം കുപ്പി നിറച്ച് വയ്ക്കേണ്ടത് അവരുടെ ജോലിയാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ആളാണെങ്കിൽ പുണ്ണിയുടെയൊക്കെ ബാഗിൽ ലഞ്ച് ബോക്സൊക്കെ കവർ ചെയ്ത് വെക്കുക, ബാഗിലാക്കി കൊണ്ടുവയ്ക്കുക, അങ്ങനെ കാര്യങ്ങളും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അവളെ സ്കൂളിലേക്ക് എത്തിക്കാനും അവളുടെ ക്ലാസ്സിലെത്തിക്കാനൊക്കെ ആയിട്ട് നന്നായി ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ആണെങ്കിലും ഇപ്പോൾ രണ്ടാമത്തെ ആളുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വൃത്തിയായിട്ട് ചെയ്യും. ഇപ്പം എന്നെ അമ്മ അടിച്ചു വരണോ, ഞാൻ അപ്പോൾ അടിച്ചു വാരി തരാം. അപ്പോൾ ഞാനൊരു കരട് എന്തെങ്കിലും അവർ ഭക്ഷണം കഴിച്ച് വേസ്റ്റ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും കഴുക്കൊക്കെ അകത്തുണ്ടെങ്കിൽ അവനോട് ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വികൃതി ഉണ്ടെങ്കിലും ഓടി വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് നല്ലൊരു മനസ്സുണ്ട്. അപ്പോൾ മോളാണെങ്കിൽ അതെങ്ങനെ നമ്മൾ പറയുന്നത്, എനിക്ക് അതുകൊണ്ട് തന്നെ അവരെന്നെ കുറുമ്പുകളില്ല എന്നില്ല, കുറുമ്പുകൾ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പലപ്പോഴും ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ പരിമിതികൾ പറഞ്ഞു കൊടുത്താൽ അത് ഉൾക്കൊള്ളാനായിട്ടും, ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട്, അപ്പോൾ അവർക്ക് ആഗ്രഹമുണ്ട് ഫുട്ബോൾ വാങ്ങിക്കണം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ ഇപ്പോൾ പെരുന്നാളുകൾക്ക് വരുന്ന ബന്ധുക്കൾ വരുമ്പം എന്തെങ്കിലും പൈസ കൊടുക്കുമ്പം അത് ഓരോ കളി സാധനങ്ങൾ വാങ്ങിച്ച് കളയുന്ന ശീലം ഇപ്പോൾ അവർക്കില്ല. അപ്പോൾ അത് സേവ് ചെയ്ത് എടുത്ത് വെച്ച് ഫുട്ബോൾ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ അതൊരു പൈസയാക്കി അപ്പൻ്റെ കയ്യിൽ കൊടുക്കുക, അങ്ങനെ ഒരു സേവിങ് ശീലം കൂടി അവരുടെ കയ്യിലുണ്ട്. രണ്ടാമത്തെ ആൾക്ക് മലയാളം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് പഠിക്കാനായിട്ടുള്ള വിഷയത്തിൽ. അപ്പോൾ അവൻ തന്നെ സ്വയം എടുത്ത തീരുമാനമാണ് ബൈബിൾ വായിക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ ചെറിയ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അവൻ കുടുംബ പ്രാർത്ഥനയിൽ സമയം കൂടുതലെടുക്കും. അവൻ വായിച്ച് എത്തുമ്പോൾ സമയം കുറച്ച് കൂടുതലെടുക്കും. എങ്കിലും അവൻ്റെ നിർബന്ധമാണ് ഞാൻ തന്നെ ബൈബിൾ വായിക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു 10 മിനിറ്റ് 3 മിനിറ്റിൻ്റെ ഉള്ളിലെ വായന ചിലപ്പോൾ 10 മിനിറ്റിലെല്ലാം അവസാനിക്കുക. പക്ഷെ അവൻ തന്നെ സമയമെടുത്ത് അവന് തന്നെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ഡൗട്ടുകളുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ബൈബിൾ വായിക്കുന്ന ശീലം അതൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാതെ അവരെ കൊണ്ട് പോകുന്നു.
സെൽമേഴ്സിൽ ഒരാൾ ഇങ്ങനെ പ്രപ്പോസൽ കൊണ്ടുവരും. ആദ്യം പോയി കണ്ട പെൺകുട്ടിയാണ്. ഞാൻ വേറൊരു ചായ കുടിച്ചിട്ടില്ല, ആദ്യത്തെ ചായ കുടിച്ചിട്ട്. അങ്ങനെയാണ് ഞാനും പപ്പയും കൂടെ പോയത്, കണ്ടത്, അങ്ങനെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ വിവാഹത്തിൻ്റെ ആലോചനകൾ വന്നത് തന്നെ ഞാൻ ബി എഡ് കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിച്ച സമയത്താണ്. അതായത് 23 വയസ്സ് കഴിഞ്ഞ് 24 വയസ്സ് തുടക്കത്തിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് സെയിം ഇടവകയിൽ നിന്ന് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അമ്മയുടെ നാട് തിരൂർ തന്നെയാണ്. അമ്മയുടെ ആങ്ങളയുണ്ട്, പെങ്ങളുണ്ട്. അങ്ങനെ അമ്മയുടെ ബന്ധുക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തിരൂരാണ്. അപ്പോൾ സെയിം നാട്ടിൽ തന്നെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ എൻ്റെ ബ്രദറിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതായത് ചേട്ടൻ പുറത്തായിരുന്നു, ദുബായിലായിരുന്നു വർക്ക് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പച്ചനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഞാനിന്ന് ഇടയ്ക്ക് പോയി വിസിറ്റ് ചെയ്യാനായിട്ട്, എൻ്റെ പാരൻസിനെ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് അവൻ 2 ആഴ്ച ഒന്ന് ആലോചിക്കാനായിട്ട് സമയം തന്നു. അങ്ങനെ ഞാൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ കൂടി ആ 2 ആഴ്ച ഒരു പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ ഒരു തീരുമാനമായിരുന്നു. ചേട്ടൻ പറഞ്ഞത് ശരിക്കും ഒരു ദൈവാനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ വളരെ വിശ്വസ്തയായിട്ടുള്ള ആളാണ്. നല്ല കെയറിങ് ആണ്. നല്ല കെയറിങ് എന്ന് പറഞ്ഞാൽ അതേപോലെ ഞങ്ങളതിനെ കെയറിങ് ചെയ്യുന്നതാണ്. എന്നെയാണ് മക്കളെ ആയാലും ഒക്കെ നല്ല ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതായത് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു സ്നേഹ. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്നും അറിയണ്ട, എല്ലാ കാര്യങ്ങളും ആള് ചെയ്യും. കുട്ടികളുടെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും ഭക്ഷണം വെക്കുന്ന കാര്യത്തിലാണെങ്കിലും. പിന്നെ നല്ല സുന്ദരിയാണ്. ഒരു ഭയങ്കര ഇന്നസെന്റ് മൈൻഡ്, നിഷ്കളങ്കനാണ്. അതായത് എൻ്റെ അത്ര സ്ട്രോങ്ങും കൂടി അല്ല മൈൻഡ് എന്ന് ഞാൻ പറയും. ഉണ്ണികൾക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വരിക, എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആദ്യം കണ്ണു നിറയാൻ സിത്താരേട്ടൻ്റെയാണ്. ചെറിയ ഉണ്ണിയുണ്ടല്ലോ, 4 മാസമല്ലായുള്ളൂ. അപ്പോൾ അവന് കുറച്ച് നേരം മാറ്റി നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ സ്വയം ശ്രമിച്ചുകൊണ്ട് തന്നെ അങ്ങനെ മാറി കുറച്ച് നേരം ഇരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. സിത്താരേട്ടൻ മിക്കപ്പോഴും ഞങ്ങളെ കൊണ്ടുപോകാൻ ഏതെങ്കിലും ബീച്ചിലേക്ക്, അല്ലെങ്കിൽ വെള്ളച്ചാട്ടം എവിടെയുണ്ടോ അവിടെ ആ സൈഡിലായിരിക്കും. അപ്പൊ അത് മിക്ക ആഴ്ചയിലും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഈ പൂമല ഡാം ഉള്ളത്. അപ്പൊ എല്ലാ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാന കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് ബൈക്കിൽ പോകുന്ന സമയത്ത് അവരെയും കൊണ്ടും എല്ലാ ഞായറാഴ്ചയും അവിടെ പോകും. എന്താഘോഷങ്ങളാണെങ്കിലും കൂടി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് തന്നെ എന്തായാലും ആ സമയത്ത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എല്ലാവരും ഒരുമിച്ച് ചെല്ലാറുണ്ട്. അപ്പോൾ അത് കുട്ടികളടക്കം എല്ലാവരും ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളണം. അപ്പോൾ അത് പപ്പയ്ക്കും മമ്മയ്ക്കും ആയാലൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന അത് തന്നെയാണ് ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ബലം, ഐക്യം എന്ന് പറയുന്നത്. കുടുംബത്തിൽ നിന്നാണ് വിശ്വാസ പരിശീലനം ആരംഭിക്കേണ്ടത്. കുടുംബം തന്നെയാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ അപ്പനമ്മ തന്നെയാണ്, മാതാപിതാക്കൾ തന്നെയാണ് ഇതിൻ്റെ അധ്യാപകർ. ഈ വർഷത്തിൽ അവർ കൃത്യമായി എല്ലാ സൺഡേസിലും മതബോധന ക്ലാസ്സുകളിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2 ആൺമക്കളാണ് ഇപ്പോൾ കാറ്റേഴ്സിന് പോകുന്നത്. അപ്പോൾ അതുപോലെ കുർബാനയ്ക്കായാലും നമുക്ക് കഴിയുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ട് ഇപ്പോൾ മക്കളായാലും ശ്രദ്ധിക്കാറുണ്ട്. വ്യക്തിപരമായ രീതിയിൽ നമുക്ക് ജോലി സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് ഇത് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. ഈവൺ നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പോലും വാട്സാപ്പിലൂടെ വരണേ. അപ്പം നമുക്കത് നോക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് നുണയായിട്ട് മാറും. ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുന്നു. ഇപ്പം ഞാനിതുപോലെ തന്നെ ജോലി കാര്യങ്ങളിൽ സ്കൂളിലാണെങ്കിലും ഓരോ മെസ്സേജസ് വരെ ക്ലാസ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അല്ലെങ്കിലും ഇപ്പോൾ ഫ്രീ ടൈം എങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒന്ന് വാട്സപ്പ് നോക്കുക, ഫേസ്ബുക്ക് നോക്കുക, ഇൻസ്റ്റഗ്രാം നോക്കുക. അതൊക്കെ ചില സമയങ്ങളിൽ എനിക്ക് കൂടുതൽ ഞാൻ നോക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർ ചില സമയങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ വിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ സിത്താരട്ടൻ ജോലിയിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ എത്തുന്നതിനൊക്കെ മുമ്പ് അവർ സ്കൂളുകളിൽ നിന്ന് എത്താറുണ്ട്. അപ്പോൾ അവർ അമ്മാമ്മയുടെ അടുത്ത് ചോദിച്ചിട്ട് ഫോൺ ഉപയോഗിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ വേഗം മാറ്റി വയ്ക്കും. ഇപ്പോൾ എടുക്കരുതെന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുന്ന ശീലമുണ്ട്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ ഒരാൾക്ക് യൂസ് ചെയ്യാം. തീരെ നമുക്ക് നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങിച്ച് വെക്കാൻ പറ്റാത്ത കാരണം 1/2 മണിക്കൂർ. അപ്പോൾ 9:30 ശേഷം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 9:30 ശേഷം തരാം. അപ്പോൾ ഒരാൾ 1/2 മണിക്കൂർ യൂസ് ചെയ്യുക. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ചില സമയങ്ങളിൽ അവർ കളിക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അവർക്ക് ആവശ്യമില്ല. ഫുൾ ടൈം ഇങ്ങനെ കളിച്ച് ക്ഷീണിച്ച് വന്ന് അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ചോറുണ്ട്, TV ഉണ്ട്, പ്രാർത്ഥന അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ ഒരു ഉപയോഗത്തിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അവരെന്നെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ പരമാവധി ഇങ്ങനത്തെ ഉപയോഗങ്ങൾ, നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം തന്നെ അവർക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.
ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ മോർണിംഗ് ഒരു 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. വൈകി കിടക്കുന്ന കാരണമാണ് 6 മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ജോലികളാണ്. അപ്പോൾ 8 മണിയാകുമ്പോഴേക്കും എല്ലാ ജോലികളും കഴിയണം. അപ്പോൾ കാലത്ത് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതുപോലെ തന്നെ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വീട്ടിലിപ്പോൾ മമ്മിയുള്ള കാരണം മമ്മി എന്നും കുർബാനയ്ക്ക് പോയി വന്ന് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ മമ്മിയുള്ള കാരണം നമുക്ക് ജോലികൾക്കായാലും ഒരു സഹായമാണ്. അപ്പോൾ സ്കൂളിൽ പോകുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഒരുവിധം എല്ലാ ജോലികളും അവസാനിപ്പിച്ചിട്ടാണ് നിൽക്കുക. അപ്പോൾ 8:40 ആകുമ്പം കുട്ടികളുടെ വണ്ടി വരും. അപ്പോൾ അവർ 8:40 പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനും സ്കൂളിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞാനെത്തുക ഒരു 5 മണി 5:30 കൂട്ടിയിട്ടാണ്. മക്കൾ 4:30 ആകുമ്പോൾ എത്തും. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുത്ത് കാര്യങ്ങളാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ചെറിയ ജോലികളൊക്കെ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ. മമ്മിയുള്ള കാരണം മമ്മി കുറേയൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉണ്ണിനെ നോക്കുന്ന കാര്യത്തിനായാലും വീട്ടിൽ മമ്മിയും പപ്പിയുള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അവർ ശ്രദ്ധിച്ചോളും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ ജോലികളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 7:30 സമയത്താണ് കുടുംബ പ്രാർത്ഥന എത്തിക്കാറ്. അതിനു മുൻപ് മക്കളെല്ലാവരും കുളിച്ച് എല്ലാവരും വൃത്തിയായിട്ടുണ്ടായിരിക്കും. 7:30 കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കാനായിട്ട് അവരെ ഇരുത്തും. അപ്പോൾ പഠിക്കുന്ന സമയം പഠിച്ച് കഴിയുന്നത് എത്രയാണോ അത്ര സമയം വരെ അതങ്ങനെ നീണ്ടു പോവും. ചിലപ്പോൾ 10 മണിയാവും അല്ലെങ്കിൽ 9:30 ആവും. അപ്പോൾ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എന്തെങ്കിലും കുറച്ച് നേരം ഫോൺ കാണി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 11 ഉണ്ണികളൊക്കെ ഉറങ്ങിയിട്ട് ഞങ്ങൾ കിടക്കുമ്പം ഏകദേശം ഒരു 11 മണി 11:30 ആയിരിക്കും. സിത്താരേട്ടൻ ചിലപ്പം അതും കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ആളുടെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ കുറേ പ്രെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിന്തിച്ചിരിക്കുന്ന കാരണം കുറച്ചും കൂടി വൈകിട്ടാണ് കിടക്കാനായിട്ട് വരാറുള്ളത്. ഞാനിവിടുന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജപമാല എന്തായാലും ചൊല്ലും. ഏതിലും അടുത്തുള്ള പള്ളിയിൽ പോണ വഴിക്കുള്ള ഏതെങ്കിലും പള്ളിയിൽ കയറിയിട്ട് ഒരു ജപമാല ചൊല്ലും. ഒരു ജോലിക്ക് ഞാൻ പോവുള്ളൂ. കാരണം നമുക്കത് ജപമാല ചൊല്ലി ഭയങ്കര ശക്തിയാണ്. പക്ഷെ ജപമാല ചൊല്ലിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അത് നമ്മളെ കുറച്ചുകൂടി ദൈവം അതിന് ശാന്തമാക്കുന്നതിൻ്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുക. കാരണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ജപമാല കൊണ്ട് കാര്യമില്ല. എല്ലാ ദിവസവും നമ്മളെ തുടങ്ങുന്ന ജപമാലയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആ ജപമാല തീരും. വചനം വായിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ള കാര്യമാണ്. അപ്പം ഇപ്പം വചനവായന മുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സമയത്ത് ഇരുന്ന് വായിക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ കൂടി കിടക്കുന്നതിന് മുമ്പ് മൊബൈലിൽ ഞാൻ POC ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വായിക്കാനായിട്ട് കിടന്നിട്ടാണെങ്കിലും തീരെ ക്ഷീണം വരുമ്പോൾ കിടന്നിട്ടാണെങ്കിലും വായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊന്ത ചെല്ലുമ്പം ഞാൻ ഓരോ രഹസ്യം ഓരോ നിയോഗം സമർപ്പിച്ചിട്ട് ചെല്ലാറുള്ളത്. എല്ലാ വർഷവും വാർഷിക ധ്യാനം ഇടവകയിലുണ്ട്. അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന മൂവ്മെൻറ്റിലും വാർഷിക ധ്യാനം നമ്മൾ നിർബന്ധമായിട്ട് കൂടാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു ത്യാഗം എന്ന രീതിയിൽ ഞങ്ങൾക്കൊരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെ മറ്റുള്ളവരെ ധ്യാനിപ്പിക്കുന്ന ആ ഒരു പരിപാടി. നമ്മളുടെ തന്നെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ സാധിക്കുന്നത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വേൾഡ് മീറ്റിംഗ് ഓഫ് ഫാമിലീസ് എന്ന് പറഞ്ഞിട്ട് റോമിലേക്ക് ഈ വരുന്ന 2025 മെയ് മാസത്തിൽ ഒരു 10-15 ദിവസത്തെ യാത്ര ലോഫ് സംഘടിപ്പിക്കുന്നുണ്ട്. എനിക്ക് ലൂർദ് കാണണമെന്നാണ്. ലൂർദ് നാഥയുടെ അടുത്ത് അവിടെ ചെല്ലണം എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. കുടുംബത്തിനെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ. മിഷണറി അനുഭവവുമായി ബന്ധപ്പെട്ട് അടുത്ത വീടുകളിൽ പോകുന്നു തുടങ്ങി, അടുത്ത സംസ്ഥാനങ്ങളിൽ പോകുന്നു തുടങ്ങി, അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുന്നത് വരെ നമ്മൾ സ്വപ്നം കാണുന്നു. ദൈവത്തിന് കടം കൊടുത്താൽ ദൈവം നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു തരും. മനുഷ്യന് കടം കൊടുക്കുന്നത് പോലെയല്ല ദൈവത്തിന് കൊടുത്താൽ. അത് 100 ഇരട്ടിയെ തിരിച്ചു തരുന്നതാണ് കർത്താവ് നമ്മളോട് പറയണത്. അളന്ന് കുലുക്കി നിറച്ച് നിങ്ങളുടെ മടിക്കീശിൽ ഇട്ട് തരുന്നതാണ് കർത്താവ് ദശാംശത്തോട് പറയണത്. പ്രഗ്നൻസി പീരീഡ് അനുഭവിക്കുന്ന പല ടെൻഷൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ടൈമിൽ ഡെലിവറി ടൈമിലെ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഭയന്നിട്ട് കുട്ടികളെ സ്വീകരിക്കാതിരിക്കുന്നവർ പലരുണ്ടായിരിക്കാം. അത് നമുക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളതിനെ സ്വീകരിക്കാൻ ഒരുക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താനും ആ കുഞ്ഞിനെ നമ്മൾ പ്രസവിക്കാനും എന്തിനാണെങ്കിലും സംരക്ഷിക്കാനുള്ളൊരു ശക്തിയും കൂടി ദൈവം നമുക്ക് തരും. ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ രീതി വേറെയാണ്, അപ്പനമ്മമാരുടെ രീതി വേറെയാണ്. ഗ്രാൻഡ് പാരൻസ് ആണ് കൂടുതലും മക്കളായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാൻ കാരണം. ഏറ്റവും കൂടുതൽ മാനസിക നില ശരിക്കും ഇവർക്ക് തമ്മിലാണ് കൂടുതൽ കറക്റ്റ് എന്നാണ് പറയണത്. മറ്റുള്ളവരേക്കാളും യങ് ആയിട്ടുള്ള ആൾക്കാരേക്കാളും കൂടുതൽ മാനസികമായിട്ട് ഇവർക്കാണ് കൂടുതൽ അടുപ്പുള്ളത്.
അപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് പല കാരണങ്ങൾ കൊണ്ട്, ജോലിയുടെ കാരണമായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ നിഷേധിക്കുന്നവരോട് കുഞ്ഞുങ്ങളെ നമ്മൾ സ്വീകരിക്കും തോറും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്ന 2 കുട്ടിയായപ്പം കാര്യങ്ങൾ നടന്നത് എങ്ങനെയോ അതിലും മനോഹരമായിട്ട് തന്നെയാണ് ദൈവം ഇപ്പോഴും 4 കുഞ്ഞുങ്ങളെപ്പോഴും ഞങ്ങളെന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനൊരു അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, നിങ്ങളെ നോക്കാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞിനെ ജനിക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തിരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ നോക്കാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞ് ജനിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളിപ്പം അനാഥാലയങ്ങളോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ കഴിയേണ്ടതായിട്ട് വരിക. ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം മറ്റൊന്നിനും നമുക്ക് രക്ഷയില്ല. കാരണം ദൈവത്തിന് മാത്രം ചെയ്ത എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ. എല്ലാ പ്രശ്നക്കും ഉത്തരം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് 3 പേരാണ് വിവാഹിതരായതെന്നുള്ള തികഞ്ഞ ബോധത്തോടെ മുന്നോട്ട് പോവുക. നമ്മുടെ ഏറ്റവും ഇപ്പോൾ സ്ട്രഗിളായിട്ട്, അതായത് നമ്മുടെ ലോകത്തെ നശിപ്പിക്കാനായിട്ട്, സമൂഹത്തെ നശിപ്പിക്കണമെങ്കിൽ കുടുംബങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് എന്താ പറയുക ഇപ്പോൾ എല്ലാ കാര്യങ്ങളും. അപ്പോൾ കുടുംബങ്ങൾ തകരാതെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രാർത്ഥന, ദമ്പതിമാരുടെ പ്രാർത്ഥന വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിൽ 1 മിനിറ്റെങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പരസ്പരം മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തി പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുന്നൊരു കുടുംബജീവിതം എല്ലാവരും കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം